ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഭക്ഷണ രീതിയും പണ്ടുള്ള നമ്മുടെ കാരണവന്മാരുടെ ഭക്ഷണ രീതിയും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടും ഇതേപോലെ ജോയിൻറ്റ് പെയിൻസും അല്ലെങ്കിൽ ഇഷ്യൂസും വരാമോ? ഒരു പരിധിവരെ യെസ്. അപ്പം നമുക്കിപ്പോൾ അങ്ങനെ പോഷകാഹാരത്തിൻ്റെ കുറവൊന്നുമില്ല നമ്മുടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിലിൻ സോമൻ വന്നിട്ടുണ്ട്. ഞങ്ങളൊരു ഒരുമിച്ച് ഞങ്ങൾ ഈശായുടെ പോഡിയം. അപ്പോൾ മിലിന്ദ് പറയായിരുന്നു, ഐ ഈറ്റ് ഓൺലി ട്വൈസ് എ ഡേ. അപ്പോൾ ആൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് എവറി ഡേ. ഭയങ്കര ലീൻ, നല്ല മസ്കുലർ, സ്പെഷ്യൽ എക്സസൈസ് അല്ല ചെയ്യുന്നത്. ഈറ്റിംഗ് ഈസ് എ ഹാബിറ്റ്, നോട്ട് ഡ്യൂ ടു ഹങ്കർ. അപ്പോൾ ഹാബിറ്റാണ് പലർക്കും. അത് കഴിച്ചില്ലെങ്കിൽ അതാണ് ഈ സമയത്ത് കഴിച്ചില്ലെങ്കിൽ ഉറക്കം വന്നില്ലെങ്കിലോ രാത്രിയില്ല. പക്ഷേ ഒരു 10 ദിവസം കഴിക്കാതിരുന്ന വിശപ്പ് പോവും, ഉണ്ടാവില്ല. അത് ഹാബിറ്റാ. അപ്പോൾ നമുക്കൊരു റിക്വയർമെൻ്റ് അല്ല പലപ്പോഴും. അപ്പോൾ പോഷകാഹാരം നമുക്കുണ്ട്, ഓൾറെഡി വി ഹാവ് എവറിത്തിങ്. പിന്നെ ഫാസ്റ്റ് ഫുഡ്, കൂടുതൽ ഓയിൽ, ഈസി കുക്കിംഗ് സാധനങ്ങൾ, അതെല്ലാം ഡാമേജസേ ഉണ്ടാക്കുകയുള്ളൂ. മേ ബി മസിൽ ഹെൽത്തിനെക്കാട്ടിലും കൂടുതൽ ബാക്കിയുള്ള ഗട്ട് ഹെൽത്തിനെ അത് കൂടുതൽ ബാധിക്കുന്നത്. നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷൻ, ഹാർട്ട്, അതിനെയൊക്കെയാണ് കൂടുതൽ ബാധിക്കുന്നത്. എന്നാലും നമ്മുടെ മസിൽസിനുള്ള ഒരു പോഷകാഹാരങ്ങൾ നല്ലതായിട്ട്, ഇപ്പോൾ പ്രോട്ടീൻ കഴിച്ചാൽ മസിൽ വയ്ക്കുമോ? യെസ്, പ്രോട്ടീൻ വേണം. പക്ഷേ ബോഡിക്കകത്ത് നല്ലൊരു ഫർണസ് ഉണ്ട്. വാട്ട് എവർ യു ഗിവ്, ബോഡി അതിനെ പിന്നെയും റീബൂട്ട് ചെയ്തിട്ട് രണ്ടാമത് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടൊക്കെ വിടത്തുള്ളൂ. നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾക്ക് മസിലിലേക്കോ ജോയിൻറ്റിലേക്കോ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനൊരു കുറച്ച് എവിഡൻസേ ഉള്ളൂ.